നമ്മളിന്ന് 4 പേരും കൂടി മെയ്പുരത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകുവാണ്. അവിടെ കുറച്ച് അമ്മമാരുണ്ട്, അവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഹലോ ഗൈസ്, നമ്മൾ മെയ്പുരത്തുള്ള സെൻറ് മേരീസ് ഓൾഡ് ഏജ് ഹോമിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ അമ്മമാരുടെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കാനാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ അടുത്തേക്ക് കൃപ ഗോസ്പൽ ടീമിൻ്റെ സുരേഷ് അങ്കിൾ പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. എൻ്റെ ബർത്ത്ഡേ ഇവിടെയും കൂടെ ആഘോഷിക്കാനാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരു കേക്കൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ വന്നത്. ഇവിടെ എല്ലാവരും പ്രെയറൊക്കെ കഴിഞ്ഞിട്ടാണ് ആഹാരം കഴിക്കുന്നത്. അപ്പോൾ കേക്ക് മുറിക്കുന്നതിന് മുമ്പേയും പ്രെയറൊക്കെ ഉണ്ടായിരുന്നു. അമ്മമാർക്കെല്ലാം കേക്ക് കൊടുക്കുവാണ്. ചിലർക്കൊക്കെ ഷുഗർ ഉള്ളതാണ്, അപ്പോൾ ചിലർക്ക് കഴിക്കില്ല. ഈ അമ്മ കേക്ക് കുറച്ച് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഇരുന്ന അമ്മമാർക്കൊക്കെ കേക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി റൂമിലുള്ള 2-3 പേരെ കാണാൻ പോകുവാണ്. ഈ അമ്മയ്ക്ക് സംസാരിക്കാനോ എഴുന്നേറ്റ് നടക്കാനോ ഒന്നും പറ്റത്തില്ല. അമ്മയ്ക്ക് നമ്മൾ കുറച്ച് കേക്കൊക്കെ കൊടുത്തു. അപ്പുറത്ത് നിന്ന് ഒരു അമ്മ നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നു. ഈ അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചു എഴുന്നേൽക്കണമെന്നൊക്കെ പറഞ്ഞു. അവരിപ്പോൾ എഴുന്നേൽപ്പിക്കണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ അമ്മ ഇവിടുത്തെ അമ്മമാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ അവരോടൊക്കെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് റൂമിലുള്ളവരെയൊക്കെ കാണാൻ വേണ്ടി പോകുവാണ്. അവർ അകത്താണ്, മുകളിലത്തെ നിലയിലാണ്. അപ്പോൾ അത് അങ്ങോട്ട് പോകുവാണ് നമ്മൾ. ഇവിടെയും നമ്മൾ കുറച്ച് പേരെയൊക്കെ കണ്ട് സംസാരിച്ചായിരുന്നു. ഇവിടെ മാതാവിനെയും യേശുക്രിസ്തുവിൻ്റെ ഒരു ഫോട്ടോയും വച്ചിട്ടുണ്ട്. ഇവിടെ പാട്ട് പാടുന്ന ഒരുപാട് അമ്മമാരുണ്ടെന്ന് ഇവിടുത്തെ ഒരു അങ്കിൾ പറഞ്ഞായിരുന്നു. ഈ അമ്മയ്ക്ക് കണ്ണ് കാണാൻ കഴിയില്ല, എന്നിട്ടും എത്രയോ നന്നായിട്ടാണ് ഈ അമ്മ പാട്ട് പാടുന്നത്. ഈ അമ്മ പാട്ടുപാടി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് സങ്കടം തോന്നി ഗൈസ്. ഇത് വേറൊരു അമ്മ പാട്ട് പാടുന്നുണ്ട്. അടുത്തൊരു അമ്മ വീണ്ടും പാട്ട് പാടുകയാണ്. എത്ര നന്നായിട്ടാണല്ലേ ഇവരെല്ലാം പാട്ട് പാടുന്നത്.
അമ്മമാർക്കെല്ലാം നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ തന്നെ അതവർക്ക് വിളമ്പി കൊടുക്കുവാണ്. അമ്മമാരെല്ലാം ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. എനിക്കിത് തികച്ചും മറക്കാനാവാത്തൊരു അനുഭവം തന്നെയായിരുന്നു. ഇവരെയൊക്കെ ഇവിടെ ആക്കിയതിനുള്ള കാരണം കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലൊക്കെ ഒരുപാട് വിഷമം തോന്നും. വരും തലമുറയെങ്കിലും വളർത്തി വലുതാക്കി അച്ഛനും അമ്മയൊന്നും ഓൾഡ് ഏജ് ഹോമിലൊന്നും കൊണ്ടാക്കാതിരിക്കുക. അമ്മയും അച്ഛനെയൊക്കെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് നമ്മൾ ജീവിതത്തിൽ എത്ര നേടിയെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. എല്ലാവരും തന്നാൽ കഴിയുന്ന സഹായമൊക്കെ ഇവർക്കൊക്കെ ചെയ്തു കൊടുക്കണം. ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.